बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो जागो।
कुछ है हमने पाया, सब कुछ है हमने पाया। रही ना कोई ख्वाहिश मन में, गीत दिल ने गाया। सब कुछ है हमने पाया, सब कुछ है हमने पाया। ओम शांति। സർവർക്കും സുഖം നൽകുന്ന സുഖസാഗരമായ ബാബയിൽ നിന്ന് സുഖകരമായ അലകളാൽ ദുഃഖത്തെ ഹരിച്ച് സുഖസ്വരൂപമാകാനുള്ള സുദിനമാണിന്ന്. ബാബയുടെ ശ്രീമതമാണ് മക്കളെ. ദുഃഖം കൊടുക്കരുത്, ദുഃഖമെടുക്കരുത്. സുഖം നൽകൂ, സുഖം എടുക്കൂ. വാക്കുകൾ കൊണ്ട് പോലും ദുഃഖം കൊടുക്കുന്നത് ഹിംസയാണ്. ബാബയുടെ ഈ ആജ്ഞയെ ശിരസാവഹിക്കുന്ന ആജ്ഞാകാരി കുട്ടിയായി തീരാൻ, ആജ്ഞാകാരി കുട്ടിയായി തീരാൻ ബാബ എനിക്ക് ശക്തി പകരുന്ന ബ്രഹ്മമുഹൂർത്ത വേളയാണിത്. സ്വധർമ്മം സുഖം നൽകും, പരധർമ്മം ദുഃഖദായിയാണ്. സ്വധർമ്മത്തിലിരുന്ന് സുഖാനുഭൂതി ചെയ്യാം. സുഖം അനുഭവിക്കുന്ന ഒരാത്മാവിനെ സുഖം കൊടുക്കാൻ കഴിയുകയുള്ളൂ. സ്വധർമ്മത്തിലേക്ക് മടങ്ങാം. നിവർന്നിരിക്കൂ, അലർട്ടായി, അറ്റൻഷനോടെ ബാപ്ദാദയുടെ കണ്ണുകളിലേക്ക് നോക്കൂ.
സുഖസാഗരത്തിൽ നിന്നുള്ള തിരമാലകളാ പരിധിയില്ലാത്ത ദൃഷ്ടിയിലൂടെ അലയടിച്ച് എന്നിലേക്ക് ആലകൾ എന്നെ സ്പർശിച്ച് എൻ്റെ ഭ്രൂമധ്യത്തിലേക്ക് ഭാവിയുടെ കിരണങ്ങൾ വിരൽത്തുമ്പ് പോലെ വന്ന് നെറ്റിത്തടത്തിൽ സ്പർശിച്ച് ബാബ എനിക്ക് തിലകം ചേർത്ത് തരികയാണ്. സ്മൃതിയുടെ തിലകം. ബാബയുടെ വിരൽ തുമ്പ് നെറ്റിത്തടത്തിൽ സ്പർശിച്ചതും ബോധമുദിക്കുകയാണ് എനിക്ക്. സ്വബോധം. ആത്മബോധം. ഞാൻ എന്നെ കാണുകയാണ്. അകക്കണ്ണിൽ ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ. ബുദ്ധിയുടെ യോഗം ഇപ്പോൾ എന്നിലാണ്. ഞാൻ എന്നെ സ്പർശിക്കുകയാണ് ബുദ്ധിയോഗത്താൽ. ശരിക്കും അവരവരുടെ ഹൃദയത്തെ സ്പർശിക്കും പോലെ ഞാൻ എന്നെ കാണുകയാണ്. ശിരോമധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ഞാൻ ഇത്ര ചെറിയ ബിന്ദു സമാനമായ പ്രകാശകണിക എത്ര വലിയ ദേഹമാകുന്ന രഥത്തെയാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നിൽ നിന്നൊഴുകുന്ന ഊർജം ആത്മീയ ഊർജമല്ലേ? ഈ നാഡികളിലൂടെ മുഴുവൻ ശരീരത്തിന് വെളിച്ചം, ആത്മീയ പ്രകാശം നൽകി ദേഹമാകുന്ന ഈ ഭവനത്തെ മുഴുവൻ ചൈതന്യവത്താക്കി വച്ചിരിക്കുന്നത്, പ്രകാശപൂരിതമാക്കിയിരിക്കുന്നത്. ഞാൻ സ്വധർമ്മത്തിൻ്റെ സുഖത്തിലിരുന്ന് ഈ ഭവനം മുഴുവൻ സുഖദായിയാക്കുകയാണ്. ഞാൻ സുഖിയായാലേ ഈ വീട്ടിൽ സുഖമുണ്ടാകൂ. ഞാൻ സുഖമായിരുന്നാലേ എൻ്റെ മനസ്സിനും ശരീരത്തിനും സുഖമായിരിക്കാനാകും. ഈ സുപ്രഭാതം എനിക്ക് സ്വധർമ്മത്തിലിരിക്കാനുള്ള സമയവുമാണ്. ശാന്തി സ്വധർമ്മത്തിലിരിക്കാൻ ഞാൻ ഓമാണ്. ആത്മീയ ഊർജമാണ്. ശാന്തമായ ഊർജം. ശാന്തിയുടെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശാന്തി നൽകുന്ന സുഖകരമായ ഫീലിംഗ് ആത്മാവിലും ശരീരത്തിലും ഒഴുകുകയാണ്. ആത്മീയ വീചികൾ അന്തരീക്ഷത്തിലേക്ക് മലയടിക്കുകയാണ്. ശാന്തി സ്വധർമ്മം നൽകുന്ന മനോസുഖവും
ശരീരത്തിന് നൽകുന്ന സൗഖ്യവും അന്തരീക്ഷത്തിലേക്കൊഴുകുന്ന ശാന്തിയുടെ തരംഗങ്ങളും എത്ര സുഖദായിയാണ്. ശാന്തിയിൽ തന്നെയാണ് സുഖമെന്ന് അനുഭവം ചെയ്യുകയാണ് ഞാൻ. ഇതാണ് ബാബ പറയുന്ന സൈലൻസിൻ്റെ പവർ. ശാന്തിയിലടങ്ങിയിരിക്കുന്ന ശക്തി, സുഖദായിയായ ശക്തിയാണ്. സുഖമായിരിക്കാനും സുഖം നൽകാനുമുള്ള ആന്തരിക ശക്തിയുടെ അതോറിറ്റി എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ബാബ എനിക്കിപ്പോൾ ക്ലിയർ ആകുകയാണ്. ബാബ എന്തുകൊണ്ടാണ് സുഖത്തിൻ്റെ സാഗരനായിരിക്കുന്നതെന്ന്. ശാന്തിയുടെ കടലായിരിക്കുന്നത് കൊണ്ടാണ് ബാബയ്ക്ക് സദാശിവനായിരിക്കാൻ കഴിയുന്നത്, സദാ സുഖദായിയായിരിക്കാൻ കഴിയുന്നത്. സദാ സുഖദായിയായിരിക്കുന്ന ബാബ നിർവാണധാമത്തിലെ നിവാസിയാണല്ലോ. ഞാനും എൻ്റെ ബാബയുടെ അരികിലിരുന്ന് നിർവാണധാമത്തിലെ സുഖമനുഭവിക്കാൻ, ശാന്തിയുടെ സുഖമനുഭവിക്കാനുള്ള മംഗളമുഹൂർത്തമാണിത്, അമൃതവേള. വാണിക്കുപരിയായ നിർവാണധാമം എത്ര ഉയരത്തിൽ സൂര്യചന്ദ്ര
താരാഗണങ്ങൾക്കുമെല്ലാം അപ്പുറം അഞ്ച് തത്വങ്ങൾക്കുമുപരി ആറാം മഹത്തത്വം ബ്രഹ്മമഹത്തത്വം ബ്രഹ്മാണ്ടത്തിൻ്റെയും നെറുകയിൽ ടവർ ഓഫ് സൈലൻസിൽ ശാന്തിയുടെ സ്തംഭത്തിൽ സുഖമായിരിക്കുന്ന എൻ്റെ ബാബയെ കാണുന്നതേ സുഖകരമായ ദിവ്യ ദർശനമാണ്. മഹാദേവ ദർശനം. ഭഗവത് ദർശനം. ഈശ്വര ദർശനം. സാക്ഷാത് ഈശ്വരനെ എൻ്റെ ബാബയെ ഭഗവാനെ കണി കാണുകയാണ് ഞാൻ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത സൗഭാഗ്യം. ലോകമെല്ലാം ഭഗവാനെ തേടി അലയുന്നു. ഇപ്പോഴും തേടുന്നു. എവിടെല്ലാം ഞാൻ സദാ ശാന്തിയിൽ കുടികൊള്ളുന്ന മഹേശ്വരനുമായി, എൻ്റെ ബാബയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുമായി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ്റെ സ്നേഹവും പരിപാലനയും സംരക്ഷണവും ലാളനകളും പാലനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ, ഇതെത്ര ജന്മങ്ങളുടെ സുകൃതമാണ്. നിർവാണധാമത്തിലെ നിവാസിയായ എൻ്റെ ബാബയുടെ അരികിലെത്തിയതേ
അതീന്ദ്രിയമായ സുഖകരമായ ഈശ്വരീയ അനുഭൂതിയാണ്. നിർവാണധാമം തന്നെ ശാന്തി തന്നെ സുഖം നൽകുകയാണ്. സുഖസാഗരമായ ബാബയിലേക്ക് ബാബയിലേക്ക് അടുക്കും തോറും സുഖത്തിൻ്റെ അലകൾ എന്നെ തഴുകി തഴുകി പരമസുഖം പരമമായ സുഖം ഭഗവാനിൽ നിന്ന് അനുഭവിക്കുകയാണ് ഞാൻ. ബാബയുടെ കിരണങ്ങൾ എന്നെ തഴുകുമ്പോൾ ഭഗവാന്റെ 1000 കരങ്ങൾ എൻ്റെ ജന്മജന്മാന്തര ദുഃഖങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയാണ്. വളരെ ആഴത്തിൽ ഉണ്ടായിപ്പോയ മുറിവുകളെല്ലാം ഈ ജന്മത്തെയും പൂർവജന്മങ്ങളിലെയും നാടകശാലയിലെ അഭിനയങ്ങളും വേഷങ്ങളും അഭിനയ ഭാഗങ്ങളുടെ ഭാരവും ഉണ്ടാക്കിയ ദുഃഖം ചുമന്ന് ചുമന്ന് ഭാരിച്ച എൻ്റെ മനസ്സ് ഈശ്വരീയ സുഖത്തിലറാടി ഭാരമെല്ലാം ഇറങ്ങിപ്പോകുകയാണ്. ബാബയുടെ മധുരമഹാവാക്യങ്ങൾ എൻ്റെ കാതിൽ അലയടിക്കുകയാണ്. മേ ഹുന്ന, ഞാനിരിക്കുന്നില്ലേ കുട്ടി, ഞാനില്ലേ നിനക്ക്. तुम चिंता मत करो, मैं बैठा हूँ ना. എൻ്റെ കുട്ടി വിഷമിക്കണ്ട, ഞാനില്ലേ, ഞാനിരിക്കുന്നില്ലേ എൻ്റെ കുഞ്ഞിന് വേണ്ടി.
जब भी कोई बात आती है तो बाबा को बुलाओ, बाबा मेरे साथी आ जाओ, മദത് കരോ. എപ്പോൾ എന്ത് പ്രയാസമുള്ള കാര്യമുണ്ടെങ്കിലും ബാബയെ വിളിക്കൂ, ഉള്ളുകൊണ്ട് വിളിക്കൂ. എൻ്റെ ബാബ, എൻ്റെ കൂട്ടുകാരാ, വരൂ, സഹായിക്കൂ. ബാബ ബന്ധനസ്ഥനാണ്, സഹായിക്കാൻ. ബാബയുടെ മധുരമഹാവാക്യങ്ങൾ കാതിൽ പ്രതിധ്വനിച്ച് ബാബ ഹൃദയത്തിൽ തൊട്ട് സാന്ത്വനിപ്പിക്കുന്നത് പോലെ പോലെയല്ല, സാന്ത്വനിപ്പിക്കുകയാണ്. സാന്ത്വനം തന്നിട്ടുണ്ട് എൻ്റെ ബാബ. ബാബയുടെ കരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു. ദുഃഖങ്ങളെല്ലാം ഒപ്പിയെടുത്തു കഴിഞ്ഞു. പകരം ഈശ്വരീയ സുഖം കൊണ്ട് നിറയ്ക്കുകയാണ്. സുഖദാതാവായ ബാബ ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്ക് സദാ സുഖിയായിരിക്കാനുള്ള വരവും ശക്തിയും ബുദ്ധിയും യുക്തികളും നൽകി എന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇരുപത്തൊന്ന് ജന്മം സദാ സുഖിയായിരിക്കാൻ, സദാ സുഖം കൊടുക്കാൻ അത്രയും ഖജനാവ് ബാബ എനിക്ക് തന്നു കഴിഞ്ഞു. സുഖസാഗരമായ ബാബയുടെ അരികിലിരുന്ന് സദാ സുഖിയായിരിക്കാനുള്ള ഊർജം നിറയ്ക്കൂ. ആ നിറഞ്ഞ ഊർജം കർമ്മക്ഷേത്രത്തിലേക്ക് ഒഴുക്കാനായി ശരീരത്തിലേക്ക് ഭ്രൂമധ്യത്തിലിരുന്ന് സുഖദാതാവിൻ്റെ കുട്ടി സുഖദേവനായി സർവർക്കും സുഖം നൽകാനായി ഈ കണ്ണും കാതും കൈകാലുകളും ദേഹമാകുന്ന ഈ രഥം സുഖം നൽകാനായി ഉപയോഗിക്കുന്ന മഹാരഥിയാണ് ഞാൻ. മഹത്തായ രീതിയിൽ
രഥത്തെ ഉപയോഗിച്ച് സുഖം കൊടുക്കുന്ന മഹാരഥി കുട്ടിയാക്കി ബാബ എന്നെ വിട്ടിരിക്കുകയാണ്. സുഖം നൽകാനും സുഖം മാത്രം എടുക്കാനും. ഓം ശാന്തി. दिल का अब संकल्प यही है, दिल का अब संकल्प यही है, बाबा तुम सा बनना ही है। साथ लिया है, हाथ लिया है, वादा पूरा करना ही है। दिल का अब संकल्प यही है, बाबा तुम सा बनना ही है। साथ लिया है, हाथ लिया है, वादा पूरा करना ही है। कितने तुम तो निरहंकारी, कहते मैं हूँ सेवाधारी। कितने तुम तो निरहंकारी, कहते मैं हूँ सेवाधारी। कैसे प्यार के सागर से जीवन गागर भरना ही है। दिल का अब संकल्प यही है, दिल का अब संकल्प यही है, बाबा तुम सा बनना ही है। साथ लिया है, हाथ लिया है, वादा पूरा करना ही है। जी